എറണാകുളത്ത് CPM പ്രവർത്തകർ സൈനികരെ ആക്രമിച്ചതായി പരാതി. തൃക്കാക്കരയിൽ NCC ക്യാമ്പിൽ കടന്നുകയറിയായിരുന്നു ആക്രമണം. ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗ് എന്ന ഉദ്യോഗസ്ഥനെയാണ് ആക്രമിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോലീസ് നടപടിയെടുത്തിട്ടില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺകുമാറുണ്ട്. കിരൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 23-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 23-ന് രാത്രിയിൽ തൃക്കാക്കര KMM കോളേജിൽ നടന്നിരുന്ന NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതായിട്ടുള്ള പരാതി ഉയർന്നിരുന്നു. പിന്നീട് ഏതാനും ചില വിദ്യാർത്ഥികളെ ദേഹാസ്വസ്ഥ്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചില CPM പ്രവർത്തകർ സംഘടിച്ച ക്യാമ്പിലേക്ക് എത്തുകയും ഇവിടെ ആക്രമണം നടത്തുകയും ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് നേരെ അടക്കം, അതായത് NCC വിദ്യാർത്ഥികൾക്ക് നേരെ അടക്കം ലൈംഗിക അധിക്ഷേപങ്ങൾ അടക്കം ഈ നേരത്തെ ഈ SFI പ്രവർത്തകർ നടത്തിയ കാര്യങ്ങൾ, ഈ ക്യാമ്പിലെത്തി നടത്തിയ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതാണ്. ഇപ്പോൾ സൈനികരെ കൂടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. ഈ ക്യാമ്പിന്റെ കമാൻഡന്റ് ഓഫീസറായിരുന്ന കർണയിൽ സിംഗിന്റെ പിതാവാണ് ഇത് സംബന്ധിച്ചുള്ളൊരു കാര്യങ്ങൾ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, താനും ഒപ്പം തന്നെ തന്റെ മകനും സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു. ഇത്തരത്തിൽ വലിയൊരു അക്രമമാണ് തന്റെ മകന് കൊച്ചിയിൽ വെച്ച് നേരിടേണ്ടി വന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഈ സമൂഹമാധ്യമത്തിലുള്ള ഈ പോസ്റ്റിൽ പറയുന്നത്. ഈ ക്യാമ്പിലേക്ക് അതിക്രമിച്ചെത്തിയ ചില CPM പ്രവർത്തകർ സൈനികനായിട്ടുള്ള തന്റെ മകനെ ആക്രമിക്കുകയായിരുന്നു. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുമ്പോൾ യൂണിഫോമിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം ഈ ട്വിറ്ററിൽ പങ്കുവെക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് NCCയും ഒപ്പം നേരത്തെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരുന്നതാണ്. തൃക്കാക്കര ACPക്ക് അടക്കം പരാതി നൽകിയിട്ടും ഇതുവരെ ഇതിൽ നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായിട്ടും ഈ സൈനിക ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് കേസെടുക്കുകയും SFI നേതാവ് ഒപ്പം തന്നെ DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഭാഗ്യലക്ഷ്മിക്ക് എതിരെ അടക്കം FIR ഇടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് സൈനികർ ആരോപണം ഉന്നയിക്കുന്നു. കൂടാതെ തന്നെ ഇവർ ഈ കാര്യം ചോദിച്ചു ചെല്ലുമ്പോൾ ACP അടക്കമുള്ള ആളുകൾ പറയുന്നത്, ഈ പ്രതികളെ നിങ്ങൾ തന്നെ കണ്ടെത്തി ഞങ്ങൾക്ക് പിടിച്ചു തരിക എന്ന തരത്തിലാണ് പോലീസിന്റെ സമീപനം എന്നുള്ളൊരു പരാതി കൂടി ഏതായാലും ഈ സൈനിക ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത്, ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഭക്ഷ്യവിഷബാധ എന്ന ആരോപണം അതടക്കം വ്യാജമായിട്ടുണ്ടാക്കിയതാണ്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ചില വിദ്യാർത്ഥികളും ഈ ഉദ്യോഗസ്ഥരും ഇവർക്ക് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് നടക്കാതെ വന്നിരുന്നതോടുകൂടി, അതായത് ക്യാമ്പ് അവസാനിക്കുന്നത് 21-ാം തീയതിയാണ്, അതിനുള്ളിൽ പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇവർ ബോധപൂർവം ക്രിസ്മസിന് ഒരു ദിവസം മുന്നേ തന്നെ ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ എന്നുള്ളൊരു വ്യാജ പരാതി ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ചില NCCയിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഏതായാലും ഉന്നയിക്കുന്നുണ്ട്. കിരൺ, ആരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സൈനികരെ ആക്രമിച്ചത്? ആരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ തന്നെ, അതായത് ഈ ഭാഗ്യലക്ഷ്മി എന്ന ഒരു SFI നേതാവ്, അവർ DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ഇവർ നേരത്തെ ഈ ക്യാമ്പിലേക്ക് എത്തുകയും ഇവിടെ പെൺകുട്ടികളടക്കം കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തി, ഇവരുടെ റൂമുകളിലേക്ക് എത്തി പരിശോധനകളൊക്കെ നടത്തിയതിന് ചില വിദ്യാർത്ഥികൾ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ അതിക്രമിച്ച് ക്യാമ്പിലേക്ക് കയറുകയും ഇവരുടെ മുറികളിലേക്ക് കടക്കുകയായിരുന്നു. ഇവർ പരിശോധന നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ SFI നേതാക്കൾ എത്തിയത്. അതിനെ വിദ്യാർത്ഥികൾ തന്നെ എതിർക്കുകയും പിന്നീട് ഇവരെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളും ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ഭാഗ്യലക്ഷ്മി അടക്കമുള്ള SFI നേതാക്കളെ CPM നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ അക്രമം നടന്നിട്ടുള്ളത് എന്നുള്ളൊരു പരാതി തന്നെയാണ് ഈ NCC ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇവരുടെ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഈ ഭാഗ്യലക്ഷ്മി അടക്കമുള്ള ആളുകളും ഇതിനുള്ളിൽ കയറിയതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു നേരത്തെ പോലീസിനും പരാതി നൽകിയിരുന്നത്. പോലീസ് ഈ ആളുകളെ, ഇതിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയ ആളുകളെ തിരിച്ചറിയുകയും ചെയ്തിരുന്നതാണ്, FIR വിട്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുന്നു. കഴിഞ്ഞ 23 രാത്രിയാണ് ഈ സംഭവം. പിറ്റേ ദിവസം രാവിലെ തന്നെ FIR ഇടുന്നു. എന്നാൽ ഇപ്പോൾ ഇത്ര ദിവസമായിട്ട് പോലും ഇതിൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണം തന്നെയാണ് പ്രധാനമായിട്ടും ഈ NCCയുടെ ചുമതലയുള്ള സൈനിക ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് CPM പ്രവർത്തകർ സൈനികരെ ആക്രമിച്ചതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. തൃക്കാക്കരയിൽ NCC ക്യാമ്പിൽ കടന്നുകയറിയായിരുന്നു ആക്രമണം നടത്തിയത്. ലഫ്റ്റനന്റ് കേണൽ കർണയിൽ സിംഗ് എന്ന ഉദ്യോഗസ്ഥനെയാണ് ആക്രമിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെയും പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചിട്ടുമില്ല.